ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ്. ഇവിടുത്തെ യുവതികളെ, യുവാക്കളെ, ഒന്നുകിൽ നമ്മൾ വൃദ്ധരാകും, അല്ലെങ്കിൽ മരിച്ചു പോകും. ആരോഗ്യമുള്ളവരെ നമ്മൾ രോഗികളാകും, അല്ലെങ്കിൽ മരിച്ചു പോകും. ഇവിടെയുള്ള എല്ലാം അസ്തമിക്കും. ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ. എല്ലാവരും ഇവിടെ നിന്നില്ലായ്മ ചെയ്തു പോകാനുള്ളവരാണ്. ഈ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന സംഹിത എത്ര നിരാശയുടെ പ്രഖ്യാപനമാണ്. ലിബറലിസം പറയുന്നത് ജീവിതം ഇതേ ഉള്ളൂ എന്ന്. ഉദാരമതികൾ പറയുന്നത് ഈ ജീവിതമാണ് അടിച്ചു പൊളിക്കേണ്ടതെന്ന്. നിയോ ലിബറലിസ്റ്റുകൾ പറയുന്നത് ഇതാണ് സ്വർഗമെന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇത് ക്ഷാമത്തിന്റെയും ക്ഷേമത്തിന്റെയും ലോകമാണ്. ഈ ലോകം ദുരന്തത്തിന്റെയും ആശ്വാസത്തിന്റെയും ലോകമാണ്. ഇത് രാവിന്റെയും പകലിന്റെയും ലോകമാണ്. നിങ്ങൾക്കൊരനന്തമായ ലോകം വരാനുണ്ട്. അത് അനന്തമായ പരലോകമാണ്. അവിടുത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ ജയിച്ചവരുണ്ടോ അവർ ജയിച്ചു, അവിടെ തോറ്റവരുണ്ടോ അവർ തോറ്റു. അതുകൊണ്ട് അനന്തമായ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ലോകമാണിത്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു കുടിലിൽ ഈത്തപ്പനയുടെ മട്ടൽ കോർത്തുണ്ടാക്കിയ ഒരു കട്ടിലിൽ കിടക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെന്നു. അപ്പോഴാണ് ലോക സൗന്ദര്യത്തിന്റെ പര്യായമായ റസൂലുള്ളാഹ്, ലോക സൗന്ദര്യത്തിന്റെ പര്യായമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മൾ പഠിക്കണം, വായിക്കണം. ആരാണ് സൗന്ദര്യമെന്ന്, എന്താണ് സൗന്ദര്യമെന്ന് മഹാന്മാരായ സ്വഹാബികൾ 14-ാം നിലാവുള്ള രാത്രിയിൽ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ വന്നിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കും, വാനലോകത്തെ അമ്പിളിയിലേക്ക് നോക്കും. എന്നിട്ട് പറയും, അബഹാമിനൽ ഖമരിത്താമ്മി യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ മുഖത്തിന്റെ ശോഭ ആ മാനത്തെ അമ്പിളിയേക്കാൾ വലിയ ശോഭയാണല്ലോ. ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഅതി യസ്ഹറു വസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ മുഖകമലത്തിലേക്ക് നോക്കിയാൽ എന്തൊരു ചന്തമാണ്. 14-ാം നിലാവ് പോലും തോറ്റുപോകുന്ന ചന്തമല്ലേ അവിടുന്ന്. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഥാപാത്രമല്ല, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കേവലം ഒരു വ്യക്തിയല്ല, ഇന്നും ജീവിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നും ജീവിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.